Hello everyone, welcome to Vaishna's Career Hub. Dear friends, 2025-ൽ ജോബ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണെന്ന് അറിയാവോ? നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യാൻ എന്താണ് പഠിക്കേണ്ടത്? അതാണ് ഇന്നത്തെ ടോപ്പിക്. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ആദ്യത്തെ സ്കിൽ നമ്മൾക്ക് നോക്കാം, ഡിജിറ്റൽ ആൻഡ് AI ലിറ്ററസി. ഇപ്പോൾ AI ടൂൾസ് ആയിട്ടുള്ള ChatGPT, Midjourney, ഡേറ്റ അനാലിസിസ് ടൂൾസ് ഇതെല്ലാത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ബേസിക് സ്കില്ലായിട്ട് മാറിയിട്ടുമുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയാലും മാർക്കറ്റിംഗിലായാലും AI എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയുന്നത് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ സ്കില്ലാണ് ഡാറ്റ അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. കമ്പനീസ് എല്ലാം വലിയ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ അനലൈസ് ചെയ്യാൻ കഴിയുന്നവർക്ക് എല്ലായിടത്തും ഡിമാൻഡും ഉണ്ട്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലംസ് ലോജിക്കലായി സോൾവ് ചെയ്യുക. ഈ സ്കിൽ ഉണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഈസി ആയിട്ട് മാറും. ഇനി തേർഡ് സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഐഡിയാസ് ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്യുക, ക്ലയൻസിനെ കൺവിൻസ് ചെയ്യുക, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഇവയ്ക്കെല്ലാം ഡിമാൻഡ് ഉണ്ടാകും. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ മലയാളമാണോ അതൊന്നും മാറ്ററേയല്ല, ക്ലാരിറ്റി ആണ് പ്രധാനം. ഇനി നമ്മൾക്ക് നാലാമത്തെ സ്കില്ലിലേക്ക് പോയാലോ, ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ സ്കിൽസ്. അതെന്താണെന്നല്ലേ? ഇപ്പോൾ കമ്പനീസ് ക്ലൈമറ്റ് ചേഞ്ച് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. റിന്യൂവബിൾ എനർജി, എക്കോ ഫ്രണ്ട്ലി ബിസിനസ്, സസ്റ്റൈനബിലിറ്റി, ഇതിൽ നോളജ് ഉണ്ടെങ്കിൽ വലിയ പ്ലസ് പോയിന്റ് ആയിരിക്കും. എഞ്ചിനീയർ ആയാലും ബിസിനസ്സിലായാലും ഇത് കരിയർ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ സ്കിൽ, അഡാപ്റ്റബിലിറ്റി ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്കില്ലാണ്. ടെക്നോളജി വളരെ ഫാസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ന്യൂ ടൂൾസ്, സോഫ്റ്റ്വെയർ, ട്രെൻഡ്സ് എല്ലാം പഠിക്കാൻ റെഡിനെസ് വേണം. ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ എബിലിറ്റി ഉണ്ടെങ്കിൽ കരിയർ സെക്യൂർ ആയിട്ട് മാറും. ഡിജിറ്റൽ ആൻഡ് AI ലിറ്ററസിയിൽ ഏറ്റവും നല്ല ഭാഗം എന്താണെന്നാൽ AI ലിറ്ററസി പഠിക്കാൻ എക്സ്പെൻസീവ് കോഴ്സ് വേണ്ട. ഫ്രീ യൂട്യൂബ് ട്യൂട്ടോറിയൽസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, അങ്ങനെയുള്ള സൈറ്റ്സിൽ ഷോർട്ട് കോഴ്സസ് എടുത്താൽ മതിയാവും. AI ടൂൾസ് എവറിഡേ ടാസ്കിൽ യൂസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, റെസ്യൂം ഇംപ്രൂവ് ചെയ്യുക, പ്രസന്റേഷൻ റെഡിയാക്കുക, ഇവയെല്ലാം ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്താൽ കോൺഫിഡൻസും ഉണ്ടാകും. അതുപോലെ ഡേറ്റ അനാലിസിസിലും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലും എക്സൽ, ഗൂഗിൾ ഷീറ്റ്, പവർ BI, പൈത്തൺ പോലുള്ള ടൂൾസ് ബേസിക് ലെവലിൽ പഠിച്ചാൽ പോലും ആവശ്യത്തിനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ ഇംപ്രൂവ് ചെയ്യാൻ സ്മോൾ എക്സസൈസ് ചെയ്യാം. ഉദാഹരണത്തിന് ന്യൂസ് വായിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്താണ് റീസൺ എന്ന് ചോദിക്കുക. ഇന്റർവ്യൂകളിൽ റിക്രൂട്ടേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നതും ഈ സ്കില്ല് തന്നെയാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ചെറിയ സ്റ്റെപ്സിൽ തുടങ്ങാം. ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ ക്ലിയർ ആയി സംസാരിക്കുക. അതുപോലെ പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സ്റ്റോറി ടെല്ലിംഗ് പഠിക്കാൻ ഷോർട്ട് വീഡിയോസ്, റീൽസ് ഉണ്ടാക്കുക. അതുപോലെ പേഴ്സണൽ ബ്രാൻഡിംഗ്, ഫ്രീലാൻസിങ്, യൂട്യൂബ് പോലുള്ള ഫീൽഡ്സിൽ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. മറ്റൊന്നാണ് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ സ്കിൽസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് പോളിസീസ്, ഗവൺമെന്റ് സ്ട്രാറ്റജീസ്, അതുപോലെ കമ്പനീസിന്റെ സ്ട്രാറ്റജീസ് എല്ലാം ഗ്രീനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോളാർ, വിൻഡ് എനർജി, വേസ്റ്റ് മാനേജ്മെന്റ്, സസ്റ്റൈനബിൾ ഫാമിംഗ്, എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഫ്യൂച്ചർ ജോബ്സ് സാലറി കൊണ്ട് കൊടുക്കുക മാത്രമല്ല സൊസൈറ്റിക്കും പ്ലാനറ്റിനും ബെനിഫിറ്റ് ചെയ്യുന്നവയും കൂടിയാണ്. അതുകൊണ്ട് സസ്റ്റൈനബിലിറ്റി പഠിക്കുന്നത് ഫ്യൂച്ചർ പ്രൂഫ് ഡിസിഷൻ ആണ്. മറ്റൊന്ന് അഡാപ്റ്റബിലിറ്റി ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്യാൻ ബെസ്റ്റ് മെത്തേഡ് ലൈഫ് ലോങ് ലേണിംഗ് മൈൻഡ് സെറ്റ് ആണ്. ഓരോ ആഴ്ചയും കുറച്ച് സമയം പുതിയൊരു സ്കിൽ പഠിക്കാനായി ഡെഡിക്കേറ്റ് ചെയ്യുക. ഫ്രീ ഓൺലൈൻ റിസോഴ്സസ് ഉപയോഗിക്കുക. അതായത് യൂട്യൂബ്, ബ്ലോഗ്സ്, പോഡ്കാസ്റ്റ് ഇവയൊക്കെ യൂസ് ചെയ്യാം. സ്മോൾ ചാലഞ്ചസ് എടുക്കുക, ഒരു പുതിയ ടൂൾ ട്രൈ ചെയ്യുക, ഒരു പുതിയ ആപ്പ് എക്സ്പ്ലോർ ചെയ്യുക, ഇവയെല്ലാം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്.
അഡാപ്റ്റബിലിറ്റി ഉള്ളവർക്ക് റിസിഷൻ വന്നാലും AI വന്നാലും ഏത് മാറ്റം വന്നാലും സർവൈവ് ചെയ്തു പോകാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്കിൽസ് ആണ് പറഞ്ഞത്? ഒന്നാമതായി പറഞ്ഞത് ഡിജിറ്റൽ ആൻഡ് AI ലിറ്ററസി, രണ്ടാമത് ഡേറ്റ അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, മൂന്നാമതായി പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്, നാലാമതായി പറഞ്ഞത് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ സ്കിൽസ്, പിന്നെ അഡാപ്റ്റബിലിറ്റി ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. ഇവ സ്കിൽസ് ആണ്. ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ഫ്യൂച്ചർ റെഡി ആയിട്ട് നിൽക്കാം, ജോബ് സെക്യൂർ ആകും, കരിയർ ഗ്രോത്ത് ഉറപ്പായിട്ടും കിട്ടും. ഫ്രണ്ട്സ്, ഇന്ന് തന്നെ ചെറിയൊരു സ്കിൽ തുടങ്ങൂ. അതാണ് വലിയ ചേഞ്ചിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.